ഇങ്ങോട്ട് വാടി. എന്റെ കയ്യിൽ നിന്ന് വിട്. വിട്. ഇങ്ങോട്ട് വാടി. എന്നെ വിടാൻ. ഇങ്ങോട്ട് വാടി. ആരാ? വിട്. എടുത്തോട്ട് പോടാ. ആരെ ഇവരൊക്കെ? വള്ളിയമ്മ പറഞ്ഞത് വെച്ച് ഇതായിരിക്കും സ്ഥലം. സർ. അതെ, ഇറങ്ങേണ്ട സ്ഥലമായോ? ഇവിടെ ഇറക്കിയാൽ മതി. ഇവിടെയോ? ഞാൻ ഇറങ്ങട്ടെ സർ? ശരി ലക്ഷ്മി, കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പോട്ടെ. താങ്ക് യു സർ. ഓക്കെ. ശരി. ചെവിക്കല്ല് പറഞ്ഞു പോയെന്നാ തോന്നുന്നത്. ചെവിന്നൊരു കീന്നൊരു ശബ്ദം ഇതുവരെ നിന്നിട്ടില്ല. മറുചെവിക്ക് ഒന്നുകൂടെ കിട്ടിയാൽ മാറാവുന്നതേ ഉള്ളൂ. തനിക്ക് അടി കിട്ടിയ നല്ല ശീലമുണ്ട്. ഞാനിതൊരു അടിയൊന്നും വാങ്ങിക്കൂട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ ദിനേശ ശീലമാവുന്നേ. വെട്ടിച്ചും തട്ടിച്ചുമല്ലേ നീ നിലനിന്ന് പോന്നേ. വല്ലപ്പോഴും ശരീരം നിളകുന്ന നല്ലതാ. തന്നോട് ഞാൻ പറഞ്ഞതാ സിനിമാക്കാരനടുത്ത് സിനിമാ സ്റ്റൈലൊന്നും വേണ്ടാന്ന്. അപ്പൊ താനെന്താ പറഞ്ഞത്? അവരുടെ ആക്ടിങ് അങ്ങ് സിനിമയിലാണെന്ന്. എന്തൊരു ഇടിയായിരുന്നു. നിർത്തടോ. ഇത് ചെന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞ് നാണം കെടാൻ നിൽക്കണ്ട. ഒന്ന് സമയം കളയാതെ വണ്ടി എടുക്ക്. എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. എത്രയും വേഗം ഇവിടുന്ന് പോണം. പോവാനോ? അവളെ അവൻ കൂടെ കൊണ്ടുപോയെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവള് പറഞ്ഞ സ്ഥലത്ത് അവനവളെ ഇറക്കി വിട്ടിട്ടാണ് പോയതെങ്കിലും
അവള് വന്ന വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ പോയി നമ്മൾ അന്വേഷിക്കണം. അത് വേണോ ഗൗതം? ഇനി അങ്ങോട്ട് തമിഴരുടെ ഏരിയ. വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ നമ്മൾ പോയേ പറ്റൂ. എനിക്ക് അവളോടുള്ള പക ഇപ്പൊ കൂടിയിരിക്കുക. കിട്ടിയാ ഞാൻ അവിടെ ഇട്ട് തീർക്കും. നീ വണ്ടി കയറി. ഈ ശബ്ദം നിൽക്കുന്നില്ലല്ലോ. ഇനി അടുത്ത അടി ആരുടെ കയ്യിൽ നിന്ന് ദൈവത്തിനെ അറിയൂ. കഷ്ടം. അയ്യോ അയ്യോ. പ്രകാശേട്ടൻ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഓ മകമായി, ഇതില് പറഞ്ഞ സ്ഥലം ഇവിടെയല്ലേ? ഞാൻ കുറച്ച് ദൂരെന്നാ. ടീ ഫാക്ടറി അടുത്ത സ്റ്റോപ്പിലാ. എന്തിനാ ഇവിടെ ഇറങ്ങിയത്? എനിക്ക് സ്ഥലം കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഫോണിന് റേഞ്ചും ഇല്ല. അതിനെന്താ, ഞാനും ആ വഴിക്കാ പോകുന്നേ. ഉടനെ ഒരു ബസ്സുണ്ട്, ചേച്ചി ഞാൻ അവിടെ ഇറക്കി വിടാം. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. കുട്ടിയെ കണ്ടില്ലായിരുന്നെങ്കിൽ വഴി ചോദിക്കാൻ പോലും ഇവിടെ ആരുമില്ല. അവിടെ എന്തിനാ പോകുന്നേ? എനിക്കവിടെ ഒരാള് ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കാന്നാ പറഞ്ഞത്. ഞാനും ഇവിടെ പേടിച്ചാ നിന്നത്. ആ പ്രാന്തനെ കണ്ടോ? അയാൾ എന്താ കാട്ടുന്നേ? അത് മാർക്കറ്റിലെ പൂക്കച്ചവടക്കാരൻ അഴകിന്റെ വണ്ടിയാ. അഴക് പൂവ് എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ പോയിരിക്കാം. ആ പ്രാന്തൻ പൂക്കളൊക്കെ എടുത്ത് വാരി എറിയാ. അയാൾ താഴെ ലക്ഷ്യം വെച്ച് എറിയുന്നത്. പൂജ ചെയ്യുന്ന പോലെയുണ്ട്. ഞാനീ പ്രാന്തനെ കാണുന്നത് ആദ്യമായിട്ടാ. അത് മുഴുവൻ നശിപ്പിക്കും. അഴകിന്റെ കാര്യം കഷ്ടം തന്നെ. അമ്മേ മകമായി, അവിടേക്ക് ഉപവിഷ്ടയാവാൻ അടിയനതാ പീഠമൊരുക്കുന്നു. ഒരാൾ പാപം ചെയ്താൽ അത് അയാൾക്ക് മാത്രം സ്വന്തം. അതിന്റെ പകുതി ചോദിച്ചു വാങ്ങാമോ? ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്നതിലൂടെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പാപദോഷങ്ങൾ സ്വയം ഏറ്റുവാങ്ങുന്നു എന്നർത്ഥം. അയാൾ എന്നോടാണോ പറഞ്ഞത്? എന്താ ദിനേശ വണ്ടി നിർത്താൻ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ അവള് വഴിക്കിറങ്ങുമെന്ന്. അവൾ നമ്മൾ നോക്കുന്നുണ്ട്. കാറിനുള്ളിൽ ഇരിക്കുന്ന നമ്മളെ അവളെങ്ങനെ തിരിച്ചറിയാനാ? ആരോ അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. അത് ടൂറിസ്റ്റുകളാ. ഓ, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. കുറച്ചു കഴിഞ്ഞാ ഒരുപാട് വണ്ടികൾ വരും. എന്താ പ്ലാൻ എന്ന് ഗൗതം പറ. ഇതിനൊക്കെ എന്ത് പ്ലാനാ ഉള്ളത്? സ്പോട്ടിൽ വെച്ച് വണ്ടി ഇടിച്ചു കയറ്റി തീർക്കണം. ഒരു പെൺകുട്ടിയും കൂടെ അവളുടെ കൂടെ ഉണ്ട്. രണ്ടുപേരും അടുത്തടുത്താ നിൽക്കുന്നത്. അതാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആ പെൺകുട്ടി ഒന്ന് പോട്ടെ. അമ്മ എന്തിനാവും അവിടെ നിൽക്കുന്നത്? അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരോ വരുന്നുണ്ടാവും. അതും കാത്ത് നിൽക്കിയായിരിക്കും. ആ പെൺകുട്ടി പോയാ പറഞ്ഞതുപോലെ ചെയ്യണം. അങ്ങനെ അങ്ങ് തീർത്ത് കളയണം. അവളെ ഞാൻ ഒരുപാട് നോട്ടം ഇട്ടതാ. സാഹചര്യം ഒത്തുവരാഞ്ഞിട്ട് നടക്കാതെ പോയതാ. പിടിച്ച് കാറി കയറ്റി കൊണ്ടുപോയാലോ? ചാകാൻ പോകുന്നവളല്ലേ, പിന്നെ എന്ത് നോക്കാനാ? നമ്മൾ ഇത്രയും ദൂരം വന്നു കണ്ടവന്റെ കയ്യിൽ നിന്ന് അടിയും ഇരുന്ന് വാങ്ങി അതിന്റെയൊക്കെ ക്ഷീണം തീർക്കണ്ടേ? മാർക്കറ്റുള്ള ദിവസം ബസ് വൈകിയാ വരുന്നത്. ഓ, ഇവിടെ ഇങ്ങ് ആരുമില്ലല്ലോ. അതിന് 8 മണിയൊക്കെ ആവണം ആളിറങ്ങാൻ.
സ്ഥലം ചോദിക്കാന്ന് വെച്ചാൽ ഒരാളെ പോലും റോഡിൽ കാണുന്നുമില്ലല്ലോ. ഉത്സവം കഴിഞ്ഞതിന്റെ ക്ഷീണാവും ആളുകൾക്ക്. ഇതൊരു സ്റ്റുഡന്റ് ആണല്ലോ. ആക്സിഡന്റ് ആയതാണെന്ന് തോന്നുന്നു. മരിച്ചെന്നാ തോന്നുന്നത്. ഇവിടെയെങ്ങും ആരുമില്ല. ഏതോ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതാ. ഇന്നലെ രാത്രി നടന്ന ആക്സിഡന്റ് ആവുമോ? അവിടെ ഒരു ഉന്തുവണ്ടി കിടപ്പുണ്ടല്ലോ. അതോ ആക്സിഡന്റിൽ പെട്ടതാവോ? ഹലോ ഹലോ, താഴെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, കണ്ടിട്ട് പോകാനും മനസ്സനുവദിക്കുന്നില്ലല്ലോ. അപ്പം മരിച്ചിട്ടില്ല. അടുത്തെവിടെയെങ്കിലും ഹോസ്പിറ്റലുണ്ടോന്ന് അറിയില്ലല്ലോ. കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. ഗൗതം, ഓപ്പറേഷൻ സക്സസ്. വിശ്വസിക്കാവോ? ആ പെണ്ണിപ്പോ ജീവനോടില്ല. അവളുടെ ചിന്നിച്ചിതറിയ ബോഡി പോലും ആർക്കും കണ്ടെത്താനാവില്ല. അതായിരുന്നു അവളെ കാത്തിരുന്ന അന്ത്യം. ദിനേശൻ നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല. അപാര നെഞ്ചുറപ്പാ. ഞാനിത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഗൗതം അല്ലേ അത് ചെയ്ത? എന്താ സംശയം? പിന്നെ അമ്മുവിന്റെ അടുത്ത് ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ നാട്ടുകാരിയാകാനാ സാധ്യത. ആ പെൺകുട്ടിയെ സേവ് ചെയ്യാനായില്ല. മൈ ഗോഡ്. അതിപ്പോ അവരുടെ വിധിയാണെന്ന് കരുതാനേ പറ്റൂ. അപ്പോ 2 മരണമല്ലേ സംഭവിച്ചത്? സൗകര്യം നോക്കിയിരുന്ന അമ്മു കൈവിട്ടു പോകും. അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ആ പരിസരത്ത് ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഞങ്ങള് മറ്റൊരു റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഫോൺ സ്പീക്കർ മോഡിലാണോ? അല്ല, ധൈര്യമായിട്ട് പറയാം. 2 കൊലപാതകം ചെയ്തതും ഗൗതമല്ല, ദിനേശന. ഗൗതമിന് മനസ്സിലായല്ലോ. ദിനേശനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദിനേശൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ദിനേശനെ ട്രാപ്പിലാക്കണം. ശരി, നീ വെച്ചോ. ഇനി സംസാരമൊക്കെ നേരിട്ട് മതി. ഓക്കെ. നിനക്കുള്ള പണി വരുന്നുണ്ട് ദിനേശ.
സിസ്റ്ററെ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. മറ്റൊരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ വരുമ്പോഴാ ആ കുട്ടിയെ കണ്ട് ഇവിടെ എത്തിച്ചത്. എനിക്ക് ഉടനെ പോണമായിരുന്നോ? ഞാൻ സാറിനോട് പറയാം. സാറിനെ കണ്ടിട്ടേ പോവാവൂ. നിങ്ങളാണല്ലേ ആ കുട്ടിയോടെ എത്തിച്ചത്? ആ അതെ ഡോക്ടർ. അവൾക്ക് എങ്ങനെയുണ്ട്? കുട്ടിക്ക് ബോധം വീണിട്ടുണ്ട്. മനഃപൂർവ്വം വണ്ടിയിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ആ കുട്ടി പറഞ്ഞു. എന്താ ഡോക്ടർ? ബസ് സ്റ്റോപ്പിൽ മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നുവെന്ന്. രണ്ടുപേരെയും ഒന്നിച്ചാ കാറിടിച്ച് തെറിപ്പിച്ചത്. എങ്കിൽ ആ പെൺകുട്ടി എവിടെ? നിങ്ങൾ അവിടെ നോക്കിയതാണോ? ഞാൻ ആ പരിസരം മുഴുവനും നോക്കിയതാ. ഒരാളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ആ കുട്ടിയും മരിച്ചെന്ന് ആദ്യം കരുതിയിരുന്ന. ഇനി ദൂരേക്ക് തെറിച്ചു പോയതാണെങ്കിലോ? ആ സ്ഥലം എങ്ങനെ? അവർ നിന്നതിന് സമീപം ഒരു ഡേഞ്ചറസ് പ്ലേസ് ആയിട്ടാണ് തോന്നിയത്. മൈ ഗോഡ്, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവാനാണ് സാധ്യത. എന്തായാലും നിങ്ങൾ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. മറ്റേ കുട്ടിയെ കൂടി കണ്ടെത്താൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തും. ഞാൻ പോലീസ് ഇൻഫോം ചെയ്യാം. ആ സ്ഥലത്ത് പോലീസ് എത്താൻ അരമണിക്കൂർ വൈകും. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം. അവിടെ ചെന്ന് നാട്ടുകാരെ കൂട്ടിയാൽ മതി. അപ്പോഴേക്കും പോലീസ് എത്തും. പ്ലീസ്. ഇനി ഇതിന്റെ പിന്നാലെ നടക്കണോ? അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാ. അപ്പോ ഇവിടെ ഏതോ ഒരു പെൺകുട്ടിയെ തിരിഞ്ഞ് സമയം കളയണോ? എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു. ഹലോ, 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 ഇവിടെ ആരേലും ഉണ്ടോ? ഇതാ കുട്ടിയുടെ ബാഗാ. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്.